നമസ്കാരം. വീണ്ടും ഒരു ദൃശ്യം മോഡൽ കൊലപാതകം. 4 ദിവസം മുമ്പ് കാണാതായ കരുനാഗപ്പള്ളി കുലശേഖരം സ്വദേശിനിയായ 49-കാരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കരൂർ പുതുവയൽ സ്വദേശി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടിയതായി പോലീസ് പറയുകയുണ്ടായി. കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് ജയചന്ദ്രൻ പോലീസിന് നൽകിയ മൊഴി. വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയത് ബന്ധുവാണ്. ജയചന്ദ്രനുമായി വിജയലക്ഷ്മി അടുത്ത സൗഹൃദത്തിലായിരുന്നു. മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന് സംശയമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നും ജയചന്ദ്രന്റെ മൊഴിയിലുണ്ട്. ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരൂരിൽ പോലീസ് അന്വേഷണം നടക്കുന്നത്. വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ ജയചന്ദ്രൻ KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതാണ് പോലീസിന് സംശയത്തിന് ഇടയാക്കിയത്. മൊബൈൽ ഫോൺ എറണാകുളത്ത് വെച്ചാണ് കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു KSRTC ബസ്സിൽ നിന്ന് കിട്ടിയത്. കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൈമാറിയത്. തുടർന്ന് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്നാണ് ജയചന്ദ്രനിലേക്ക് എത്തിയത്. വിജയലക്ഷ്മി ഇടുക്കി സ്വദേശിയെയാണ് വിവാഹം ചെയ്തിരുന്നത്. പിന്നീട് ഭർത്താവുമായി പിണങ്ങി കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്ക് താമസം മാറ്റി. ഇവർക്ക് 2 മക്കളുണ്ട്. പിന്നീട് അമ്പലപ്പുഴ സ്വദേശി ജയചന്ദ്രനെ പരിചയപ്പെടുകയായിരുന്നു. 4 ദിവസം മുമ്പ് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിട്ടു. വിജയലക്ഷ്മിക്ക് വന്ന ഒരു ഫോൺ കോളിന്റെ പേരിലാണ് ഇരുവരും വഴക്കിട്ടത്. തുടർന്ന് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തി. അതിനുശേഷം വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടെന്നുമാണ് പോലീസിന്റെ നിഗമനം. ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വസ്ത്രം കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജയചന്ദ്രൻ ബോട്ടിലെ തൊഴിലാളിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 1.5 വർഷം മുൻപാണ് ജയചന്ദ്രനും കുടുംബവും കരൂരിലെ വീട്ടിലേക്ക് മാറിയത്. ജയചന്ദ്രന് ഭാര്യയും മകനുമുണ്ട്. വിജയലക്ഷ്മിയെ താൻ കൊലപ്പെടുത്തിയെന്നാണ് ജയചന്ദ്രൻ പോലീസിനോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യം സിനിമ പലതവണ താൻ കണ്ടിട്ടുണ്ടെന്നും ജയചന്ദ്രൻ പറയുന്നു. എന്നാൽ ജയചന്ദ്രന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്.